കൈ നോക്കുന്ന സാധനമൊക്കെ നമ്മളെ ട്രെയിലറിലുള്ളത്. അച്ഛന്റെ കൈ പണ്ട് കൂത്തുറമ്പ് സ്റ്റാൻഡിൽ നിന്ന് ഒരാള് നോക്കിയിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കലാരംഗത്ത് വരും, 3 കാര്യങ്ങൾ ചെയ്യും, ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. അപ്പൊ അച്ഛൻ അയാളെ പുച്ഛിച്ചിട്ട് പോകുന്നതാണ്. കഴിവുള്ള 2 മക്കളുണ്ടാവും. അതിലൊരുത്തരും ഒരു മണ്ടനായിരിക്കും. അതാണ് 3 കാര്യം. 3ാമത്തെ കാര്യം എന്താ പറയാത്തത്? എങ്ങനെ താങ്കൾ ചേർന്നു? നമ്മള് വന്നു കഴിഞ്ഞാൽ ഡയറക്ടർ നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താണോ അത് നമ്മളങ്ങ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അത്ര ചേച്ചിക്ക് ബുദ്ധിപരമായ ഉത്തരവാണ് വേണ്ടത്. ധ്യാന ഉത്തരം മതി. അല്ല, എനിക്കിപ്പോഴും ഈ ക്രിഞ്ചെന്ന് ഫീൽ ചെയ്യുന്ന ഏട്ടൻ എന്തൊക്കെ ഹൃദയത്തിന്റെ സമയത്ത് ആരൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നീ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന്റെ സമയത്ത് ആരൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നീ പറഞ്ഞിട്ടുണ്ട്. ഇവൻ പെട്ടെന്ന് ഓവർനൈറ്റ് ഇവന്റെ 2 പടം ഓടിയില്ല, 2 പടം ഓടി. പക്ഷെ ഇവന് റേഞ്ച് ഇല്ല നടൻ എന്നുള്ള രീതിയിൽ. എല്ലാം നോക്കിക്കോ, എല്ലാം സെയിം പെർഫോമൻസ്. എല്ലാം എന്റെ റോൾ ഇവന് കൊടുക്കണ്ടേ. ഇവര് ഒരേപോലെ എല്ലാ പടത്തിലും അഭിനയിച്ചിട്ട് എന്റെ ഒരു പടം ഹിറ്റാവുന്നില്ല. എന്റെ ഹിറ്റാവെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ചേട്ടന്റെ മക്കളായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു? വിഹാനാണല്ലോ വീട്ടിലെ. അവർക്ക് ഇങ്ങനെ ഒരാളുള്ളത് പോലും അറിയില്ല. ഞാൻ കൊച്ചച്ഛൻ ഇല്ല, അവര് ചെന്നൈയിലല്ലേ താമസിക്കുന്നത്. പിന്നെ ചേട്ടന്റെ മക്കളെ അവര് ഇപ്പം ചേട്ടന്റെ മോനെയൊക്കെ എനിക്ക് വന്ന ഈ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കാൻ പണ്ട് പറയൂലേ, പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് ഇത് ഈ തെണ്ടീനെ അങ്ങനെയൊക്കെയാണ്. ജാനമഞ്ഞിന് മുന്നേയും ഇവന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതൊന്നും സത്യം ഇവനില്ല ലക്ക്. വിനീതേട്ടാ, മധു പകരോ ജസ്റ്റ് ഒരു 2 ലൈൻസ് മക്കളെ പ്ലീസ് പ്ലീസ് പ്ലീസ്. വയ്യാത്തോണ്ടാ രാവിലെ തൊട്ട്. ഞാൻ ചേട്ടൻ പാടുന്നോ? നന്നായിട്ട് പാടും. പാടുവോ? പാട്ട് വേറെ ഏതെങ്കിലും നല്ല പാട്ട് വേറെ പാടും. എന്നോട് ഫസ്റ്റ് ഹാഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു, നമ്മള് നല്ല ചീത്തയൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ അതിന്റെ തെറ്റുകുറ്റങ്ങൾ എടുത്ത് പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി. അത് അങ്ങനത്തെ സീന് വരെ ആഡ് ചെയ്തു. രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. കുറച്ചുകൂടെ സമയം കൊടുത്തിരുന്നെങ്കിൽ സിനിമ തന്നെ. അവരെല്ലാരും ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനും ബേസി ഓപ്പോസിറ്റ് ടീമിലാണെങ്കിൽ അടിപിടിയാണ്. അതായത് ധ്യാൻ വിട്ടുകൊടുക്കില്ല. അപ്പൊ ധ്യാനെ ബേസി എടുത്തിട്ട് നീ പോടാ, നിന്റെ ഏത് പടം ഓടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബേസി എടുത്തായിരുന്നു ധ്യാന്. ഞാൻ അത്ര പടം ഓടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം, ഞാൻ സ്റ്റാറാണ്, നീയൊക്കെ 2 പടം ഓടിയിട്ടില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് 2 എണ്ണം കൂടെ കള്ളക്കളിയുടെ ആശാന്മാരാണ്. അല്ല, ഓണത്തിന് സാധാരണ എങ്ങനെയാ? അല്ലെങ്കിൽ മുന്നേ ഉള്ള ഓണത്തിന് എന്തായിരുന്നു കലാപരിപാടികൾ വേറെ ഉണ്ടായിരുന്നോ? ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഓണങ്ങൾ? പിന്നെ പ്രത്യേകിച്ച് കോളേജൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ബോധമില്ലാത്ത ഓണക്കാലമായിരുന്നു. ബോധമില്ലാത്ത. അപ്പം അതെ അതെ. അപ്പൊ ഇപ്പൊ ബോധം ഉണ്ടെന്നാണോ? ഒരിക്കലും ഇല്ല. എനിക്ക് ആ സിനിമ മനസ്സമാധാനത്തോടെ ഷൂട്ട് ചെയ്ത് തീർത്ത് വീട്ടിൽ പോകാന്നുള്ള. നല്ല സംവിധായകരോട് വരുമ്പോ അഭിനയിക്കും. മോശം സംവിധായകരോട് വരുമ്പോ നമ്മൾ മോശമായിട്ട് അഭിനയിക്കും. ഞാൻ ഏറ്റവും മോശമായിട്ട് അഭിനയിച്ച എനിക്കൊന്ന് കുഞ്ഞിരാമായിട്ട്.
എനിക്കത് തീരെ വർക്കായിട്ടില്ല. പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. ഇതുവരെ പറഞ്ഞതിലില്ലായിരുന്നു. ഇവര് കിടക്കട്ടെ. നിവിൻ, ഇത് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതെ, ഇതിപ്പോ എല്ലാവരുടെയും പേര് എല്ലാരും വരണം നമുക്ക് നിർബന്ധമായിരുന്നു അല്ലേ? എത്ര വർഷം കൊണ്ട് കല്യാണം വർഷങ്ങൾക്ക് ശേഷത്തിന് വേണ്ടി വിളിക്കുന്ന ഇതേപോലെ ഒരു ദിവസം ഏട്ടൻ വന്നിട്ട് ഡോറ് തട്ടി എന്നടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, നീയാണ്. അപ്പൊ എനിക്ക് അന്നത്തെ അതേ അത്ഭുതമാണ്, 10 വർഷം മുന്നേ ഉള്ള അത്ഭുതം വീണ്ടും എന്നെ വെച്ചിട്ട്. അത്ഭുതമൊന്നുമില്ല, ഇവനിത് പ്രതീക്ഷിച്ചിരിക്കുക. ചേട്ടൻ ഒരു പടം ചെയ്തിട്ടാണ് എനിക്കൊന്ന് കയറി പോവാന്നുള്ളത്. എന്നോടല്ലേ ചോദിച്ചു, ഇവനെന്തിനാ തരുന്നത്? ശ്രീനിവാസൻ സാറിന്റെ ഒരു വീഡിയോ ഇപ്പൊ വൈറലായിരുന്നുണ്ട്. എന്റെ ഇളയ മോന് കുറച്ച് ബുദ്ധി. അത് പണ്ട് പറഞ്ഞല്ലേ. എന്താണ് അതിനെ പറ്റി പറയുന്നത്? എനിക്ക് ബുദ്ധി കുറവാണെന്നോ? ഫാൻസ് അസംബിൾ. എന്റെ ഫാൻസ് അതിന്റെ താഴെ മിക്കവാറും കമന്റ് ഇട്ട് ഒന്ന് വിളിച്ചു കാണും പുള്ളിനെ. മിസ്റ്റർ ശ്രീനിവാസൻ, കാനഡ, USA, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ് ഇല്ല കേട്ടോ, അങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തേക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി മാറ്റ് ഗ്ലോബൽ സ്റ്റഡി അബ്രോഡിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ധ്യാനിന് അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ഇനി എവിടെയാ പഠിക്കാൻ പോണെന്ന് ആഗ്രഹമുള്ളത്? ബാങ്കോക്ക്, പട്ടായ. ഇനി എവിടെയാ പഠിക്കാൻ പോണെന്ന് ആഗ്രഹമുള്ളത്? ബാങ്കോക്ക്, പട്ടായ. പോയി പുള്ളിനെ എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിട്ടു. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബേവറേജിലോട്ട് പോകുന്നു. താനെടുക്കുന്ന 10 മണിയായി, 11 മണിയായി, 12 മണി. ഞങ്ങൾ ഇങ്ങനെ ആ ഒരു ഇതിലങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ബെല്ലടി. ഡോർ ഇങ്ങനെ തുറന്നത് ചേട്ടൻ നിക്കുക. ഞാൻ എയർപോർട്ടിൽ വിട്ട ആളാ, എങ്ങനെ വന്നു? ഫ്ലൈറ്റ് മിസ്സായി. ഈ കേറി വന്നതും എന്നെ കണ്ടു. ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, നാളെ വന്നു. പുള്ളിയുടെ ഫ്ലാറ്റ്, പുള്ളി തന്ന കാശ്. നിങ്ങളൊരു അടിപൊളി യൂസ്ഡ് വണ്ടി നോക്കുന്നുണ്ടോ? ബെസ്റ്റ് ഡീലുകൾ എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഏറ്റവും വലിയ ഹൈലൈറ്റ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോ എങ്ങനെ ഈ ഗ്രൂപ്പിൽ കയറി പറ്റാം? ഞാൻ പറയാം, വളരെ എളുപ്പമാണ്. അവരുടെ ഒരു എക്സ്ക്ലൂസീവ് വാട്സ്ആപ്പ് ചാനലുണ്ട്. എല്ലാ കിടിലൻ ഡീലുകളും അതിലാണ് ആദ്യം വരുന്നത്. ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. താഴെ കമന്റിലും ആ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇനി വെറുതെ സമയം കളയുന്നോ അതോ ഡയറക്റ്റ് ഡീൽസ് വേണോ? മിസ് ചെയ്യരുത്. ഇനി ഒട്ടും വൈകണ്ട. നിങ്ങളുടെ വണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുപോകും മുൻപ് ആ ലിങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യൂ. ജേണി എപ്പോഴാ തീർന്നല്ലേ ചോദിച്ചു? ഒന്നും മനസ്സിലായിട്ടില്ല. അതെ, ഞാൻ ചോദിച്ച സ്ക്രിപ്റ്റ് എപ്പോഴാണ് ഈ ഒരു ഐഡിയ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തുടക്കം എവിടെ നിന്നായിരുന്നു എന്നാണ് എന്റെ അതാണ് പറഞ്ഞത്. അതിന്റെ ഒരു സ്കെൽട്ടൻ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പൂറ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയും. എങ്ങനെ സാധിക്കുന്നത് വിശ്വാസേട്ടാ? എങ്ങനെ ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നേ? ഞാൻ ചിമ്പാൻസി അതെ.